ശ്രീ അരുൺകുമാർ, ഇവിടെ NSSന്റെ നിലപാട് ജി സുകുമാരൻ നായരുടെ പ്രതികരണങ്ങൾ വലിയ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട് കോൺഗ്രസിനകത്ത്. അദ്ദേഹത്തോട് രൂക്ഷമായി പ്രതികരിച്ച് അദ്ദേഹത്തെ പിണക്കേണ്ടതില്ല എന്നാണ് തീരുമാനം. പക്ഷേങ്കിലും കരുതലോടുകൂടി നീങ്ങുന്നു. അദ്ദേഹത്തെ അനുനയിപ്പിച്ച് കൂടെ നിർത്താനാണ് കോൺഗ്രസ് നേതാക്കളൊക്കെ ഒരുങ്ങുന്നത്. അനുനയം ഫലം കാണുമോ? ഇപ്പോഴത്തെ ഈ രാഷ്ട്രീയ പ്രതികരണങ്ങൾ എങ്ങനെയാണ് CPM വിലയിരുത്തുന്നത്? കേരളത്തിൽ രണ്ടാം പിണറായി സർക്കാരിന്റെ ഭരണം ഓരോ ദിവസം മുന്നോട്ട് പോകുമ്പോഴും ഞങ്ങളെ എതിർത്തുകൊണ്ടിരുന്ന വിഭാഗങ്ങളെല്ലാം ഞങ്ങളോട് കൂടുതൽ സഹകരിക്കുന്നതും ഗവൺമെന്റിന്റെ പ്രവർത്തനത്തോട് യോജിക്കുകയും ചെയ്യുന്ന സാഹചര്യം വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. ഇപ്പോ അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യം, ഞാനിപ്പോ ശ്രീ VD സതീശൻ ചോദിച്ച 3 ചോദ്യങ്ങൾ കേട്ടു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ശബരിമല വിശ്വാസ സംരക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്ന അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കേസെങ്കിലും പിൻവലിച്ചോ എന്നതാണ് അദ്ദേഹം ചോദിച്ചത്. അപ്പോൾ അദ്ദേഹത്തോടുള്ള മറുപടി, ഇവിടെ ആകെ 2635 കേസുകളാണ് അന്ന് രജിസ്റ്റർ ചെയ്തത്. അതിലിപ്പോൾ 1940 കേസുകളും നിലവിലില്ല. ഇനി ആകെ ബാലൻസ് ഉള്ളത് 695 കേസുകളാണ്. ആ 695 കേസുകളിൽ ഗുരുതരമായിട്ടുള്ള സ്വഭാവമുള്ളതും ഗവൺമെന്റിനോ പോലീസിനോ നേരിട്ട് പിൻവലിക്കാൻ കഴിയാത്തതുമായിട്ടുള്ള കേസുകളാണ് 666 കേസുകൾ. ഗവൺമെന്റിന്റെ മുന്നിൽ കിട്ടിയ ആപ്ലിക്കേഷൻസ് എല്ലാം പരിഗണിച്ച് അതിൽ തീരുമാനമെടുത്തതിന്റെ ഭാഗമായിട്ടാണ് 2635 കേസുകൾ ആകെ രജിസ്റ്റർ ചെയ്തതിൽ 1940 കേസുകളും ഇപ്പോൾ നിലവിലില്ലാതായത്. ഈ കണക്കുകളെല്ലാം പൊതുസമൂഹത്തിൽ കൃത്യമായിട്ട് കിട്ടും. പോലീസിന്റെ വെബ്സൈറ്റ് നോക്കിയാൽ കിട്ടും. ഇതൊക്കെ യാഥാർത്ഥ്യം മുന്നിലുള്ളപ്പോഴാണ് തെറ്റായ വാദം ഉന്നയിച്ച് കേസെങ്കിലും പിൻവലിച്ചോ എന്ന് ശ്രീ VD സതീശൻ ചോദിക്കുന്നത്. രണ്ടാമത്, ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ കുറെ വർഷങ്ങളായി, അതായത് 9 വർഷങ്ങളായി LDF സർക്കാർ എന്തെങ്കിലും ചെയ്തോ എന്നതാണ് ചോദിക്കുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് തന്നെ 145 കോടി 40 ലക്ഷം രൂപ കൊടുത്തു. അതുപോലെ തന്നെ ശബരിമലയിലെ മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് 83 കോടി രൂപ 83 കോടി 83 ലക്ഷം കൊടുത്തു. ശബരിമലയിലെ സാനിറ്റേഷൻ വർക്കിന് വേണ്ടി തന്നെ 21 കോടി 83 ലക്ഷം കൊടുത്തു. ശബരിമലയിലേക്കുള്ള റോഡുകൾ നന്നാക്കാൻ തന്നെ ഒന്നാം പിണറായി സർക്കാർ 879 കോടി കൊടുത്തു. രണ്ടാം പിണറായി സർക്കാർ 1107 കോടി, അതായത് കൃത്യം 1987 കോടി. ഈ കഴിഞ്ഞ തവണ ഓൺലൈൻ ബുക്കിംഗ് വന്നപ്പോ ഏറ്റവും ആദ്യം സമരത്തിനും പ്രതിഷേധത്തിനും ഇറങ്ങിയത് കോൺഗ്രസ് ആണ്. ഇവിടെ ഭക്തർക്ക് അവിടെ കൃത്യമായി സന്ദർശിക്കാനുള്ള അവസരം ഉണ്ടാകില്ല എന്ന് പറഞ്ഞ്, പക്ഷെ ഒരാൾക്ക് പോലും പരാതിയില്ലാതെ മുഴുവൻ ഭക്തർക്കും അവിടെ കൃത്യമായി സന്ദർശിക്കാനുള്ള അവസരമുണ്ടായി എന്ന് അവസാനം കോൺഗ്രസിന് തന്നെ തിരുത്തി പറയേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒന്നും ചെയ്തില്ല എന്ന് പറയുന്നത് വളരെയധികം തെറ്റിദ്ധരിപ്പിക്കാൻ, നുണ പ്രചരിപ്പിക്കാൻ, വ്യാജ വാർത്ത സൃഷ്ടിച്ചുകൊണ്ട് പറയുന്നതാണ്. കൃത്യമായി UDF എന്താണ് ശബരിമലയ്ക്ക് ചെയ്തത്, ഒന്നാം LDF സർക്കാർ പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാരും എന്താണ് ചെയ്തതെന്ന് കൃത്യമായി. മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം കൂടി VD സതീശൻ ചോദിക്കുന്നുണ്ട്. ഈ യുവതീ പ്രവേശനത്തിൽ സർക്കാർ നേരത്തെ ഉണ്ടായിരുന്ന നിലപാട് തിരുത്തിയോ എന്ന് കൂടി ചോദിക്കുന്നുണ്ട്. ഞാൻ അതിലേക്കാണ് വരുന്നത്. 3 ചോദ്യം ഞാൻ കൃത്യമായി പറഞ്ഞല്ലോ മാഡം. ആദ്യത്തെ 2 ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ടല്ലേ 3-ാം ചോദ്യത്തിലേക്ക് വരിക. ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിച്ചത് ആരാണ്? ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസിന്റെ നിലപാട് എന്തായിരുന്നു? വിധിക്ക് മുമ്പ് എന്തായിരുന്നു? വിധിക്ക് ശേഷം എന്തായിരുന്നു? സുവർണ അവസരം പ്രയോജനപ്പെടുത്താൻ വേണ്ടി എപ്പോഴാണ് കോൺഗ്രസും BJPയും ഇറങ്ങിത്തിരിച്ചത്? ഇതൊക്കെ ജനങ്ങൾക്ക് മുന്നിലുണ്ടല്ലോ. അവ ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗവൺമെന്റും ദേവസ്വം ബോർഡും അഫിഡവിറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അത് ഭരണഘടനാ ബെഞ്ചിന് മുന്നിലാണ് ആ കേസ്. ആ കേസ് എടുത്തു കഴിഞ്ഞാൽ, വാദം തുടർന്നാൽ, മുൻ നിലപാടിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ ആ സമയത്ത് വാദമധ്യേ പറയുവാനോ അല്ലെങ്കിൽ ആ സമയത്ത് കോടതി അനുവദിച്ചാൽ മറ്റൊരു അഫിഡവിറ്റ് ഫയൽ ചെയ്യുന്ന കാര്യമെല്ലാം ആ കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ച് ആ കേസ് പരിഗണിക്കുമ്പോഴാണ് പരിഗണിക്കേണ്ടത്, തീരുമാനമെടുക്കേണ്ടത്. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഘട്ടത്തിൽ പോലും ആചാരങ്ങളെ സംരക്ഷിക്കുന്നതിന് വിരുദ്ധമായിട്ടുള്ള ഒരു നിലപാടും സ്വീകരിച്ചിട്ടില്ല. പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി ഒരു വിധി പറഞ്ഞാൽ ആ വിധി നടപ്പാക്കുക എന്നുള്ളത് സംസ്ഥാന ഗവൺമെന്റിന്റെ കടമയാണ്, ഉത്തരവാദിത്തമാണ്. അത് നടപ്പാക്കാൻ കഴിയില്ല എന്നൊരു വാക്ക് പറഞ്ഞാൽ പിന്നെ ആ സംസ്ഥാന ഗവൺമെന്റ് നിലനിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് അത് ഭരണഘടനാ ബെഞ്ചിൽ അതിന്റെ വാദം വരുമ്പോൾ കൃത്യമായി ഗവൺമെന്റിന്റെ നിലപാട് വ്യക്തമാക്കും. ബന്ധപ്പെട്ട കക്ഷികളുമായിട്ടൊക്കെ ചർച്ച നടത്തും. ഒരു തരത്തിലും ഈ കേരളത്തിലെ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ വിശ്വാസത്തെ അടിച്ചമർത്താനുള്ള ഒരു നിലപാടും ഒരു ഘട്ടത്തിൽ പോലും ഈ ഗവൺമെന്റോ CPMോ സ്വീകരിച്ചിട്ടില്ല. നമുക്കറിയാം, NSSനെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞതാണോ വലിയ വിജയമായി ഇപ്പോൾ കാണുന്നത്? NSS കൂടെ നിൽക്കുന്നതിന് പിന്നിലെ കാരണമായി നോക്കി കാണുന്നതും അതിൽ 26ഓളം ഹൈന്ദവ സംഘടനകളാണ് ഈ ശബരിമലയിലെ ആഗോള സംഗമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പങ്കെടുത്തത്. നമ്മൾ പറഞ്ഞു, മാസ്റ്റർ പ്ലാൻ കൃത്യമായി നടപ്പാക്കണം, വിമാനത്താവളത്തിന്റെ പണി നമുക്ക് ആരംഭിക്കണം, പൂർത്തിയാക്കാൻ കഴിയണം.
അതുപോലെ തന്നെ നമുക്ക് കൃത്യമായി റെയിൽവേ അവിടെ പണി പൂർത്തീകരിക്കാൻ കഴിയണം, പണി ആരംഭിക്കണം. കാരണം ഇന്ത്യയിൽ ഇതുവരെ ഒരു റെയിൽവേ പദ്ധതിക്ക് വേണ്ടി പകുതി പണം സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കുന്ന ഒരു സാഹചര്യമില്ല. ഇന്ത്യയിൽ ആദ്യമായി ഈ ശബരിമലയ്ക്ക് ഇവിടെ അങ്കമാലിയിൽ നിന്ന് അവിടെ വരെ പമ്പ വരെ ശബരിമല വരെയുള്ള ആ പാളത്തിന് പകുതി പണം കൊടുക്കാൻ സംസ്ഥാന ഗവൺമെന്റ് തയ്യാറാവുകയാണ്. വിദേശത്തു നിന്നടക്കം വരുന്ന വിശ്വാസികൾക്ക് ഏറ്റവും ഭംഗിയായി ദർശനം നടത്തി തിരിച്ചു പോകാനുള്ള സാഹചര്യം, അങ്ങനെ ഏറ്റവും പോസിറ്റീവ്. ശ്രീ കെ എസ് അരുൺകുമാർ.